അതെ, ചേച്ചി നമ്മൾ വിചാരിച്ച പോലെ അത്ര നല്ല ആളൊന്നും അല്ല കേട്ടോ. എന്ത് പറ്റി? ചേച്ചി എന്ന് പറഞ്ഞ നിനക്ക് ജീവനല്ലേ, ഇപ്പൊ നിങ്ങനെ പറയുന്നത്? പറയുകയാണെങ്കിൽ കുറച്ചുണ്ട്. എന്തായാലും ഏട്ടൻ വർക്ക് ചെയ്യല്ലേ, അത് കംപ്ലീറ്റ് ചെയ്യ്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ചേട്ടാ ഞാൻ ഇറങ്ങാണ്. നീ ഇറങ്ങാനായോ? എടാ നീ വരുമ്പോഴേ അമ്മയ്ക്ക് കുറച്ച് കുഴമ്പ് മരുന്നൊക്കെ വാങ്ങാനുണ്ട്, അത് നീ വാങ്ങിട്ട് വരണേ. ഞാനത് വാട്സപ്പ് ചെയ്ത് തരാം നിനക്ക്. അയ്യോ ഞാൻ മേടിക്കാനോ? എൻ്റെ ഏട്ടാ ഒന്നാമത് ഓഫീസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ലൈറ്റോ, പിന്നെ മെഡിക്കൽ ഷോപ്പിലൊക്കെ പോകാൻ ഏട്ടൻ തന്നെ മേടിച്ചാൽ മതി. അതെന്താ സുജിത്ത് അങ്ങനെ പറയുന്നത്? ഏട്ടനും ഇതുപോലെ ഓഫീസിൽ വർക്കൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചല്ലേ വരുന്നത്. ഇന്നലെ ഏട്ടൻ വീട്ടിലെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയി ജോലി കഴിഞ്ഞ് വന്നിട്ട് ഇന്നിപ്പോ മരുന്നും വാങ്ങാൻ പോണെന്ന് വെച്ചാല് ഒരാളെ തന്നെ അങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. നിനക്ക് പോയി വാങ്ങാന്നല്ലേ ഉള്ളൂ. നിന്നെ പോലെ തന്നെയല്ലേ ഏട്ടനും. എടാ അത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് കുറച്ച് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഒരു 11 മണിക്ക് ഇവിടുന്ന് ഇറങ്ങുള്ളൂ. അതേപോലെ തിരിച്ചു വരാൻ ലേറ്റാവും. നീ ഇന്ന് വാങ്ങിട്ട് വാ. ഇങ്ങനെയൊക്കെയല്ലേ ഓരോ കാര്യങ്ങൾ പഠിക്കുക. എന്നിട്ട് അങ്ങനെ പറയുന്നത്? ഞാൻ ഇതുവരെ അമ്മയ്ക്കൊന്നും മേടിച്ചു കൊടുത്തില്ല. ഇനി പുതുതായിട്ട് പഠിക്കണോ? എല്ലാരും പണ്ടത്തെ പോലെ ഒന്നല്ലല്ലോ, ഒരുപാട് മാറിപ്പോയില്ലേ. അത് നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നു വേണ്ട. എടാ നിനക്ക് ഇനി പൈസ ലോകം മടിയാണെങ്കിൽ അത് പറഞ്ഞാൽ മതി. എനിക്ക് പോയി വാങ്ങാൻ ഒട്ടും സമയമില്ലാത്തതുകൊണ്ടാ. പൈസ ചെലവാക്കി എനിക്ക് മടിയെന്നോ? അതെ, വീട്ടിലേക്ക് ചെലവാക്കുന്ന കണക്ക് സൂക്ഷിക്കുന്ന സ്വഭാവം എനിക്കില്ല. ഏട്ടൻ എന്നെ കുറിച്ച് നല്ലപോലെ അറിയുന്നല്ലോ. പിന്നെ ഇപ്പൊ എന്താ മാറ്റുന്നത് നീ നല്ലപോലെ മനസ്സിലാകുന്നുണ്ട്. നീ അമ്മയോട് പറ മരുന്ന് ഞാൻ മേടിച്ചിരുന്നു. ശരിയെന്നാ. നീ വെള്ളം കഥ നീ പറഞ്ഞ ശരിയാ. നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല, അവരൊരുപാട് മാറിപ്പോയി. കറി ആയില്ല മോളെ? സമയം ഒരുപാട് വൈകിയല്ലോ. വേറെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? ഇല്ലമ്മേ, കറിയൊക്കെ ആയി. പിന്നെ ഞാൻ ഈ മഷ്റൂം കണ്ടപ്പോഴേ അത് കേടുവന്നു കൊണ്ടോന്ന് വിചാരിച്ചു അതും കൂടി ഉണ്ടാക്കുന്ന വിചാരിച്ചു. എന്നാ പിന്നെ അതും കൂടെ വെച്ചാ. 2 ദിവസമായില്ലേ വാങ്ങിച്ചിട്ട്. അല്ല അവളെവിടെ മോളെ? എനിക്കറിയില്ലമ്മേ, അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അയ്യോ വിശന്നിട്ട് വയ്യ. അല്ല അവളും കൂടി ഉണ്ടെങ്കിലേ അപ്പൊ ചായ എന്തെങ്കിലും ഉണ്ടാക്കി കുടിക്കായിരുന്നു. മോളൊരു കാര്യം ചെയ്യ, അവളെയും കൂടി വിളിക്കി. പിന്നെ അവളെ പോയി ഞാൻ വിളിക്കാനോ? വേറെ പണിയൊന്നുമില്ലല്ലോ എനിക്ക്. അമ്മയ്ക്ക് ചായ വേണേ എന്നോട് പറ, ഞാൻ ഉണ്ടാക്കി തരാം, അത്ര തന്നെ. അല്ലാണ്ട് അവക്ക് വെച്ച് വിളമ്പോ എന്നെ കൊണ്ടാകില്ല. ഇന്നലെ ഞാൻ അവക്ക് ചായ ഉണ്ടാക്കി വെച്ചിട്ട് കണ്ട ഭാവം പോലെ നടിക്കാണ്ട് പോയതാ. അവസാനം ഞാനെടുത്ത് കളഞ്ഞതാ. അമ്മ കണ്ടതല്ലേ അത്. ഇനി ഞാൻ ഒരു കാര്യത്തിന് അവളെ പുറകെ പോകില്ല. അമ്മ പോയിക്കോ, ഞാൻ അമ്മയ്ക്ക് ചായ ഉണ്ടാക്കി വെക്കാം. ശരിയാ മോളെ, ഞാനത് മറന്നുപോയി. അഹങ്കാരിയാണ് അവൾ, അഹങ്കാരി. ഞാൻ അന്ന് പറഞ്ഞില്ലേ അവളുടെ സ്വഭാവം. മോളൊരു കാര്യം ചെയ്യും, ഇത് മുറിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ആൾക്ക് മാത്രമുള്ള ചായ വെക്കി. അമ്മയൊന്ന് മേലെ പോയിട്ട് വരെ. തുണികളൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞ പക്ഷേ തുണിയൊക്കെ എടുത്ത മോളെ? ഇല്ലമ്മേ, ഞാൻ തുണികളൊക്കെ എടുക്കാൻ വന്നതാ. ഇപ്പഴാ മെഷീൻ ഓഫ് ആയത്. എന്താ പറയാ, എങ്ങനെ കഴിഞ്ഞ കുടുംബമാണ്. അവൾ എന്തെങ്കിലും പറഞ്ഞ മോളോട് മെഷീനിൽ അലക്കുന്നതിനെ കുറിച്ചിട്ട്? ഇല്ല, എന്നോടൊന്നും പറഞ്ഞില്ല. എന്തേ, അമ്മനോട് എന്തെങ്കിലും പറഞ്ഞോ? എന്നോട് പറഞ്ഞോന്ന് ചോദിച്ചാ മോളിന് ചോദിക്കാനൊന്നും പോകണ്ട. അറിഞ്ഞിരിക്കാൻ വേണ്ടി അമ്മ പറഞ്ഞതാ, മനസ്സിൽ വെച്ചാ മതി. അല്ലെങ്കിലും അങ്ങനെ തന്നെയല്ലേ, മെഷീൻ ഇപ്പൊ അവൻ തന്നെയല്ലേ വാങ്ങിച്ചത്. അവള് പറയുന്നതിലും കാര്യമുണ്ട്. അതിനിപ്പോ ഇങ്ങനെ വിളിച്ചു പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്റെ ഭർത്താവാ വാങ്ങി വന്നിട്ട് ഒരു കുടുംബത്തിൽ ഒരു മെഷീനല്ലേ മോളെ വാങ്ങിക്കുള്ളൂ. ആരെങ്കിലും 4-5 വാങ്ങിക്കോ. ഇതാണ് അവളുടെ സ്വഭാവം. അത് ശരി.
അപ്പൊ അവർ അങ്ങനെയൊക്കെ പറഞ്ഞു അല്ലേ? ആ മോളെ, അവൾ അങ്ങനെയൊക്കെ പറഞ്ഞു. ഇപ്പൊ ചായ വെക്കുകയാണ്, മോൾക്ക് ചായ ഉണ്ടാക്കില്ല എന്ന് പ്രത്യേകിച്ച് പറഞ്ഞവള്. എനിക്ക് അവൾക്ക് മാത്രം ചായ ഉണ്ടാക്കില്ല അത്രേ. ഞാൻ താഴെ പോട്ടെ, മോള് വരുമ്പോ ചായ ഉണ്ടാക്കി വെക്കാം. നിങ്ങൾ രാവിലെ തന്നെ പേപ്പർ വായിച്ചിരിക്കാണ്ടേ പോയി സോപ്പ് വാങ്ങിട്ട് വാ. ഒരു ലോഡ് തുണികൾ അലക്കാനുണ്ട്. നീ തുണിയെടുത്ത് ആ കുളത്തിലെ പോയി അലക്കാൻ പോടാ. ആ മിഷനിൽ അതിലിട്ടാ പോരെ. അതിന്റെ സോപ്പ്, ആ സോപ്പ് പൊടി അവിടെ ഉണ്ടല്ലോ. അതിന് നിങ്ങളുടെ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചിട്ടുണ്ടോ എനിക്ക് അലക്കാൻ വേണ്ടിട്ട്? ഇല്ലല്ലോ. കല്ലിൽ പോയി അലക്കട്ടെ. പോയി സോപ്പ് വാങ്ങിട്ട് വാ. ഞാൻ വാങ്ങിയിട്ടുണ്ടോ? അവര് നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? അവര് ഭർത്താവ് വാങ്ങിയിട്ടതാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ പിന്നെ? ഓ അങ്ങനെയാണോ? എന്നാ പിന്നെ കണക്കുകൾ എനിക്കും പറയാണ്ട്. ഇവിടുത്തെ വാഷിംഗ് മെഷീൻ എന്റെ ഭാര്യയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സോഫ ഉണ്ടല്ലോ, അത് ഞാൻ വാങ്ങിച്ചിട്ടതാ. അതിന് ഞാൻ എപ്പോഴാ സന്ധ്യ നിന്നോട് മെഷീനിൽ അലക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞേ? പറഞ്ഞിട്ടില്ല, ഒന്ന് ഓർത്തോക്ക്. എന്റെ ചേച്ചി ഇത് നല്ല രീതിയിൽ കഴിയുന്ന കുടുംബമാണ്. ഇന്നേ വരെയായിട്ട് എന്റെ നിന്നെ വേറെ ഇവിടെ കാണിച്ചില്ല. നിങ്ങളായിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന ഞാനായിട്ട് ഇന്ന് വരെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. പ്രശ്നം തുടങ്ങിയത് എവിടെ നിന്നാണെന്നേ നിന്റെ ഭാര്യനോട് ചോദിച്ചു നോക്ക്, അപ്പൊ അറിയാം. സ്വന്തം അന്യത്തിനെ പോലെ ഞാൻ അവളെ കൊണ്ടു നടന്നത്. എന്നിട്ട് സ്നേഹമൊക്കെ മനസ്സിൽ നിന്ന് വരേണ്ടതാ, അല്ലാണ്ട് പുറമെ അഭിനയിച്ച് കാണിക്കാനുള്ളതല്ല. അനിയത്തി വന്ന് കൊണ്ടു നടന്ന് എന്നെ ഭരിക്കാൻ നോക്കിയതല്ലോ നിങ്ങള്. എന്ത് ഭരിക്കാൻ വന്നോ? നിന്നെ ഞാൻ എപ്പോഴാണ് ഭരിക്കാൻ വന്നത്? അനാവശ്യമായിട്ട് ഒന്നും പറയാൻ നിൽക്കരുത് കേട്ടോ. സ്നേഹം അഭിനയിച്ച് കാണിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഒരു ചേച്ചി നല്ല ബഹുമാനം വിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്ന നീയല്ലേ? എന്റെ ഭാര്യ നിങ്ങളെ ബഹുമാനിക്കുന്ന കാര്യമാണ്. അവള് വലിഞ്ഞേരി വന്നതല്ല, നിങ്ങളെ പോലെ വന്നു തന്നെയാണ്. ഇവിടെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? കുറെ നേരമല്ലേ തുടങ്ങിയിട്ട്? പോയി നോക്കണോ? അല്ലെങ്കിൽ വേണ്ട, എനിക്ക് എന്റെ വീട് എടുത്തിട്ടാലോ? കുറച്ചും കൂടി നേരം നോക്കട്ടെ. എന്താ സുജിത്, എന്താ ഇവിടെ പ്രശ്നം? കുറെ നേരമല്ലേ തുടങ്ങിയിട്ട്? നീ എന്താ അവളെ നിങ്ങളെന്ന് കൂടി സംസാരിക്കുന്നത്? ഒന്നല്ല നിന്റെ ഏടത്തിയമ്മല്ലേ അവള്? അവളോടെ കുറച്ച് ബഹുമാനത്തോടെ സംസാരിക്കാൻ പഠിക്കേ. ഇങ്ങോട്ട് ബഹുമാനം ഉണ്ടെങ്കിൽ പോരേട്ടാ, അങ്ങോട്ടും എന്ത് പറഞ്ഞാലും കേട്ടുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നും എനിക്ക് എന്നെ ഭാര്യയ്ക്കില്ല. അല്ല, എനിക്ക് മനസ്സിലായിട്ട് ചോദിക്കുകയാണെ, എന്ത് കാര്യത്തില വാഷിംഗ് മെഷീൻ ഉപയോഗിക്കേണ്ടത് എന്റെ ഭാര്യയുടെ പേര് പറഞ്ഞത്? മെഷീൻ ഉപയോഗിക്കേണ്ടതോ? അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ അതിന് തക്കതായ കാരണങ്ങളുണ്ടാകും ഇവിടെ. ആയിക്കോട്ടെ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്. നിങ്ങൾ ആ മോളിലെ മെഷീൻ എടുത്ത് താക്കുന്നുണ്ട്. നീ കല്ലിൽ ഇറക്കണ്ട, എവിടെ ഇറക്കണ്ട. വൈകുന്നേരം ആകുമ്പോഴേക്കും പുതിയൊരു വാഷിംഗ് മെഷീൻ ഇവിടെ എത്തും. നിനക്ക് അത് പറയാം. പെൺപിള്ളേരെ തമ്മിൽ തെറ്റിപ്പിക്കാൻ നോക്കി ചെക്കന്മാർ തമ്മിലായോ അടി? എന്താടത്? ഒരു വീട്ടിൽ എത്ര വാഷിംഗ് മെഷീൻ വേണോ? 100 എണ്ണം വേണോ? എന്തിനാ അതിനൊരു താഴെ കൊണ്ടുവരുന്നത്? മേലെ ഇരുന്നാൽ എന്താ? കുറെ നേരമായില്ല ഇവിടെ എന്റെ വേറെ നിന്റെ വേറെ എന്നൊരു സംസാരം തുടങ്ങിയിട്ട്. ഇനി അങ്ങനെ തന്നെയാകുമ്പോ ഇവിടെ നടക്കാൻ പോകുന്നത്. താഴത്തെ ഫ്ലോർ മാത്രമല്ല ഏട്ടൻ കെട്ടിയല്ലോ. കല്യാണത്തിന് മുമ്പേ മോളത്തെ പണി കഴിച്ച് ഞാനാ. പണ്ട് ഏട്ടന്റെ മെഷീൻ എടുത്ത് താഴെ കൊണ്ടിട്ടെ, എന്റെ സാധനം മാത്രം മതി മോളില്. അതന്നെ നല്ലത്. കുറച്ച് ദിവസമായി ഞാൻ ഓരോ മാറ്റങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവന്റെ സ്വഭാവത്തിനനുസരിച്ച് ഞങ്ങൾ ഇവിടുന്ന് മാറി വേറെ വീട്ടിൽ പോയി താമസിക്കണം. അമ്മയെ ഓർത്ത് ഒറ്റ കാരണം കൊണ്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുക. എന്താടാ അത്? എത്ര നന്നായി കഴിഞ്ഞ കുടുംബം അത്. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട് നീ മേലെ ഏട്ടും താഴെ താമസിക്കാൻ പോവുക. പരസ്പര സ്നേഹമില്ലാണെങ്കിലും താമസിക്കുന്ന ആൾ എത്രയോ നല്ലതാണ്. ഒരു വീട്ടിൽ 2 അടുക്കള. അവരുടെ കാര്യം നോക്കട്ടെ, ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കാര്യം നോക്കാൻ. അമ്മയ്ക്ക് ആരും ഇവിടെ നിൽക്കണമെന്ന് അമ്മയ്ക്ക് തീരുമാനിക്കാം. ഒന്നില്ലെങ്കിൽ ഏട്ടൻ്റെ കൂടെ അല്ലെങ്കിൽ എന്റെ കൂടെ. അതൊക്കെ അമ്മന്റെ ഇഷ്ടം. നീ വാ. നീ വാ. എന്റെ ദൈവമേ, ഏട്ടൻ അനിയൻ പറ ജീവനെ കളയുന്ന മക്കളാ. അവർ തന്നെയാണ് ഈ തല്ലിപ്പിരിഞ്ഞത്. എന്റെ ഒരു പൊട്ടപ്പുത്തിന് എന്തെല്ലോ പറഞ്ഞു പോയി. അതിപ്പോ ഇത്രയും വലിയ ചതിയാന്ന് വിചാരിച്ചില്ല. എന്റെ കുടുംബത്തിന് ഞാൻ എങ്ങനെ ഒന്നിപ്പിക്കും?